ഹായ് ഗൈസ്, എനിക്കറിയാം ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. സോ ഇന്ന് എനിക്ക് തോന്നി ഒരു എൻ്റെ ഒരു നൈറ്റ് റുട്ടീൻ കാണിക്കാമെന്ന്. ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ. അപ്പോൾ ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നു. പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ട്, ബിക്കോസ് എൻ്റെ ബാത്റൂമിന് കുറച്ച് മെയിൻ്റനൻസ് പണിയുണ്ടായിരുന്നു ഫ്ലാറ്റിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാത്റൂം ആകെ മെസ്സായിട്ട് കിടക്കുകയാണ്. സോ എനിക്കത് ക്ലീൻ ചെയ്യണം, ഡിന്നർ കുക്ക് ചെയ്യണം, നാളത്തേക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെക്കണം. സോ വെൽക്കം ടു മൈ ചാനൽ. അയ്യോ, അതൊരു ഓട്ടമായിരുന്നു. കാരണം മുഴുവൻ പൊടിയായിരുന്നു. ഇങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം പൊടി ഫുള്ള് തുടച്ച് കളഞ്ഞു. പിന്നീട് ആണ് വെള്ളവും വിമ്മോ എന്തൊക്കെയോ വെച്ച് ഞാൻ കഴുകി. യെസ് ഗൈസ്, അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഫുൾ അപ്പാർട്ട്മെൻറ്റ് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അയ്യോ, അങ്ങനെ ഒരു ഓട്ടം കഴിഞ്ഞു. ദാ ഫുൾ അപ്പാർട്ട്മെൻറ്റ് ക്ലീനാക്കി, കിച്ചൺ ക്ലീനാക്കി, കുറച്ച് പാത്രങ്ങളും വേസ്റ്റൊക്കെ കളയാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ചെയ്തു. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുണ്ടായിരുന്നു. ഇനി നൈറ്റ് ഫുഡ് ഉണ്ടാക്കണം. ഡിന്നർ ഞാൻ ലൈറ്റായിട്ടാണ് കഴിക്കാറ് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. ഞാൻ ബാക്ക് ടു എൻ്റെ റുട്ടീനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പം അതങ്ങനെ പതുക്കെ അത് ചെയ്യണം. അപ്പം ഡിന്നർ ഉണ്ടാക്കണം. ഇനി ഫ്രഷ് ആവണം. അപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഡിന്നർ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ കുളിച്ച് ഗൈസ്, ഇനി ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ ചെയ്യും. സ്കിൻ കെയർ എന്ന് പറയാൻ ഞാൻ നൈറ്റ് സ്കിന്നിനെ മിക്ക ദിവസങ്ങളിലും വെറുതെ അങ്ങനെ വിടാറാണ് പതിവ്. പിന്നെ ഭയങ്കര ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മോയ്സ്ചറൈസർ ഇടും, ബാക്കിയൊന്നും ചെയ്യില്ല. ഇതിപ്പം ലിപ്പ് എനിക്ക് ഭയങ്കര ഡ്രൈ ആയതുപോലെ തോന്നുന്നു. അതുകൊണ്ട് പാസലിന് ഇട്ടിട്ട് ഡിന്നർ ഉണ്ടാക്കാൻ പോകാം. ഡിന്നർ വളരെ സിമ്പിളായിട്ട് നമുക്കിന്ന് സ്വീറ്റ് കോൺ ഉണ്ടാക്കാം. ബൈ. ഞാനപ്പോൾ ചോളം വേവിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ചോളം കട്ട് ചെയ്തതാണ് പ്ലീസ്. ഒരു ചോളത്തിനെ 3 കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടും കേട്ടോ. ഞാൻ സ്ക്രീനിലേക്കല്ല എപ്പോഴും നോക്കുന്നത്. സോറി ഗൈസ്, ശീലമായി പോയോണ്ടാണ്. കേൾക്കുന്നുണ്ട് എന്നാണ് എൻ്റെ നിഗമനം. ചോളം വേവട്ടെ, വെന്തിട്ട് നമുക്ക് ബാക്കി പണി നോക്കാം. അപ്പം ഞാൻ നാളത്തേക്ക് പറയാം. ഒരു മിനിറ്റ്. സാധാരണ ഞാൻ എല്ലാം തലേദിവസം ആക്കി വെച്ചിട്ടാണ് കിടക്കാറ്. കറിയൊക്കെ തലേദിവസം ആക്കി വെച്ചിട്ട് കിടക്കും, ഫ്രിഡ്ജിൽ വെക്കും. പക്ഷേ കുറച്ച് ദിവസമായിട്ട് നല്ല മടിയുള്ളതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചാൽ ചോറ് മാത്രം ഇന്ന് വെച്ചിട്ട് കിടക്കാം. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റിട്ട്, അതായത് എന്തായാലും എഴുന്നേക്കണമല്ലോ, കറി ലഞ്ച് കൊണ്ടുപോകണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കറി ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേക്കും. അപ്പം അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ചോറ് മാത്രം നമുക്കിപ്പോൾ വെക്കാം. ഞാനൊരു 1.5 കപ്പ് അരിയാണ് കേട്ടോ എടുക്കുക. ഇതിന് ഒരു 1.5 കപ്പ്. എനിക്ക് 2 ദിവസത്തേക്ക് അത് മതിയാവും. ഞാൻ എന്താ കലത്തിലാണ്ടോ ചോറ് വെക്കണേ. അരി കഴുകിയിട്ട് അതിനകത്തേക്ക് ഇടും. ഞാനങ്ങനെ അതാ ചോറിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചോളം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചോളം കട്ട് ചെയ്തു. ഇതിനകത്ത് ഇനി ബട്ടറും കുറച്ച് ലൈം ജ്യൂസും കുറച്ച് പെപ്പറും സോൾട്ടും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. അങ്ങനെ എന്താ ഫുഡ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ്, ഒരു അക്കാഡമിയിലാണ്. അപ്പം ഡെയിലി റിപ്പോർട്ടുകൾ വെക്കണം. അത് ഞാൻ മറന്നുപോയി. അപ്പം ഞാനത് ഇപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നോട്ട്ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനി ഇത് ഡിന്നർ കഴിച്ചിട്ട് വേണം എനിക്ക് കുറച്ച് പ്ലാനിങ് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് ന്യൂ അനൗൺസ്മെൻറ്റ്സ് വരുന്നുണ്ട്. സോ ഡിന്നർ കഴിച്ചിട്ട് വരാം. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ബാക്ക് ടു മൈ റുട്ടീനിലോട്ട് കയറണം വേണ്ടിയിട്ട് പണ്ട് തൊട്ട് എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെയാണിത്. അപ്പം അത് ഒന്നുകൂടി പൊടി തട്ടി എടുക്കണം. അങ്ങനത്തെ പരിപാടികളാണ് ഉള്ളത്. അങ്ങനെ സമയം ഏകദേശം 12:30 ആവാറായി. എൻ്റെ പണികളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഞാൻ ചോറ് ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നാളെ എഴുന്നേറ്റിട്ട് ചെയ്യാം. കറിയൊക്കെ നാളെ രാവിലെയാണ് വെക്കണേ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് എൻ്റെ ഒരു
നൈറ്റ് റുട്ടീൻ. പിന്നെ സാറ്റർഡേയ്സിൽ വ്യത്യാസമുണ്ട്. സാറ്റർഡേയ്സാണ് ഞാൻ കുറച്ചും കൂടി മീ ടൈം എന്ന് പറയുന്നൊരു സാധനം കണ്ടുപിടിക്കാറ്. അപ്പം അത് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാകും. അത് ഞാൻ വേറൊരു വ്ളോഗായിട്ട് ചെയ്യാം. അണ്ടിൽ ബൈ, ഗുഡ് നൈറ്റ്.